Good morning. Question number 12. What is highlighted as an important component of patient management? What is highlighted? ഇവിടെ എന്താണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്? എന്തിനെ പറ്റി? As an important component of the patient management. ഒരു patient managementൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? Let's check the extract. There is no cure for asbestosis. ഈ ആസ്ബറ്റോസിസ് എന്ന് പറയുന്ന അസുഖത്തിന് എന്തില്ല? ഒരു ശമനമില്ല, അവസാനമില്ല. ട്രീറ്റ്മെന്റ് ഫോക്കസ് ഓൺ പേഷ്യൻസ് എബിലിറ്റി ടു ബ്രീത്ത്. അപ്പം ഇതിന്റെ ചികിത്സ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ എബിലിറ്റി ടു ബ്രീത്ത് ആണ്. അയാൾക്ക് എത്രമാത്രം ശ്വസിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. മെഡിക്കേഷൻസ് ലൈക്ക് bronchodilators, aspirin, and antibiotics are often prescribed, and such treatments as oxygen therapy and postural drainage may be recommended. Medications ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കേഷൻസ് ലൈക്ക് ബ്രോങ്കോഡൈലേറ്റേഴ്സ് അല്ലെങ്കിൽ ആസ്പിരിൻ ആൻഡ് ആന്റിബയോട്ടിക്സ് ആർ ഓഫൺ പ്രിസ്ക്രൈബ്. ഈ പറയുന്ന മെഡിക്കേഷൻസ് ഒക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി വേറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സച്ച് ആസ് ഓക്സിജൻ തെറാപ്പി ആൻഡ് പോസ്റ്ററൽ ഡ്രെയിനേജ് മേ ബി റെക്കമെൻഡഡ്. അപ്പോൾ നമ്മൾ സാധാരണ ഇവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻ ബ്രോങ്കോഡൈലേറ്റേഴ്സും ആസ്പിരിനും ആന്റിബയോട്ടിക്സുമാണ്. ചില സാഹചര്യങ്ങളിൽ മേ ബി ചിലപ്പോൾ എന്ത് ചെയ്യാം? ഓക്സിജൻ തെറാപ്പിയും പോസ്റ്ററൽ ഡ്രെയിനേജും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. If symptoms are so severe that medications don't work, ഇനി സിംറ്റംസ് ഭയങ്കര സിവിയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഒരു മെഡിക്കേഷൻസ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ സർജറി മേ ബി റെക്കമെൻഡഡ് ടു റിമൂവ് സ്കാർ ടിഷ്യൂസ്. പിന്നുള്ളൊരു ഓപ്ഷൻ എന്താണ്? ഈ സ്കാർ ടിഷ്യൂസിനെ റിമൂവ് ചെയ്യാനായിട്ട് സർജറി ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻസ് വിത്ത് ആസ്ബറ്റോസിസ് like others with chronic lung diseases are at a high risk of serious infections that take advantage of diseased or scarred lung tissue. So prevention and rapid treatment is vital. ഇനിയിപ്പം ഈ ഒരു ആസ്ബറ്റോസിസ് പേഷ്യൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് വിത്ത് ആസ്ബറ്റോസിസ് ലൈക്ക് അതേഴ്സ് വിത്ത് ക്രോണിക് ലങ് ഡിസീസ്. ഈ ആസ്ബറ്റോസിസ് ഉള്ള രോഗികൾ ആരെ പോലെ? ക്രോണിക് ലങ് ഡിസീസ്, ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസ് ഉള്ളവർ, അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ അറ്റ് എ ഹൈ റിസ്ക് ഓഫ് സീരിയസ് ഇൻഫെക്ഷൻസ്. അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ദാറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഡിസീസ്ഡ് ഓർ സ്കാർഡ് ലങ് ടിഷ്യൂ. അപ്പം അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഡിസീസ് കേടായ അല്ലെങ്കിൽ പാടുകൾ, സ്കാർസ് ഉള്ള ലങ് ടിഷ്യൂസ് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് സോ പ്രിവെൻഷൻ ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ഈസ് വൈറ്റൽ. വൈറ്റൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഈ ഒരു ചികിത്സയിൽ പ്രിവെൻഷൻ, ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുക, ഇനി ഉണ്ടായ റാപ്പിഡ് ട്രീറ്റ്മെന്റ്, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ക്ലിയർ? Flu and pneumococcal vaccinations are part of routine care of these patients. From the flu and pneumococcal vaccinations നമ്മൾ routine ആയിട്ട് പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. Patients with progressive disease may be given corticosteroids and cyclophosphamide with limited improvement. അപ്പം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? മേ ബി ഒരു പക്ഷേ കോർട്ടിക്കോസ്റ്റീറോയിഡ്സോ സൈക്ലോഫോസ്ഫമൈഡോ നമ്മൾ ലിമിറ്റഡ് ഇമ്പ്രൂവ്മെന്റ്, അതായത് കുറച്ചൊരു ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അപ്പോൾ എക്സ്ട്രാക്ട് അത് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. What is highlighted as an important component of patient management? ഈ ഒരു പേഷ്യന്റ് മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ട് കാര്യമായിട്ട് ഇവിടെ ഈ പാരഗ്രാഫിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ നോക്കാം. ദ യൂസ് ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ തുടങ്ങിയിട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെയുന്നു രണ്ടാമത്തെ ലൈൻ. പേഷ്യൻസ് വിത്ത് പ്രോഗ്രസീവ് ഡിസീസ് മേ ബി ഗിവൺ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഒരു പക്ഷേ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എങ്കിൽ ഒരു പക്ഷേ കൊടുക്കാമെന്ന് നമ്മൾ പറയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ ഒരു ഹൈലൈറ്റഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് അല്ല പേഷ്യൻ്റ് മാനേജ്മെൻറ്റിൽ. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ എ ഡിലീറ്റ് ചെയ്ത് കളയും. ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അത് താഴെ നിന്ന് മൂന്നാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ സോ പ്രിവെൻഷൻ ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ഈസ് വൈറ്റൽ. പ്രിവെൻഷനും റാപ്പിഡ് ട്രീറ്റ്മെന്റ്, ഉടനടിയുള്ള ചികിത്സയും വൈറ്റലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാര്യത്തിൽ?
അതിന് നമ്മൾ താഴെ 1, 2, 3, 4ാമത്തെ വരി മുതൽ വായിച്ചു തുടങ്ങണം. Patients with asbestosis, like others with chronic lung diseases, are at high risk of serious infections. അപ്പം ഈ ക്രോണിക് ലങ് ഡിസീസ് ഉള്ളവരെ പോലെ തന്നെ ആസ്ബറ്റോസിസ് ഉള്ളവർക്കും ലങ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ലങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അത് വരാതെ നോക്കണം. അതായത് ഇൻഫെക്ഷൻ അടിക്കാതെ നോക്കണം. ഇനി ഇൻഫെക്ഷൻ വന്നാൽ വൈറ്റലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റാപ്പിഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ. എങ്കിലും നമ്മളത് ഉറപ്പിക്കുന്നില്ല. ഒരു ക്വയറി ആയിട്ട് നിർത്തിയിട്ട് സിയിലേക്ക് പോകുന്നു. ഏർലി ഇൻ്റർവെൻഷൻ. ഈ ഒരു 20 വർഷമോ 30 വർഷമോ മാത്രം കണ്ടുപിടിക്കപ്പെടുന്ന ഒരു അസുഖത്തിന് ഏർലി ഇൻ്റർവെൻഷൻ നടക്കും. സോ ദർ ഇസ് നോ നീഡ് ടു ഇവൻ റീഡ് ദ പാരഗ്രാഫ്. അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ നോക്കേണ്ട കാര്യം പോലും ഇല്ല. സി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ എയും സിയും എലിമിനേറ്റ് ചെയ്തു. ബി അവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഡി നോക്കിക്കഴിഞ്ഞാൽ എക്സിഷൻ ഓഫ് സ്കാർ ടിഷ്യൂസ് റിമൂവൽ അല്ലേ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈൻ മേരി എന്ന മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് സിംറ്റംസ് ആർ സോ സിവിയർ ദാറ്റ് മെഡിക്കേഷൻ ഡോണ്ട് വർക്ക്, അതായത് മെഡിക്കേഷൻസ് വർക്ക് ചെയ്യത്തില്ല, എപ്പോൾ സിംറ്റംസ് വളരെ സിവിയർ ആണെങ്കിൽ സർജറി മേ ബി റെക്കമെൻഡഡ്. സർജറി എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? മേ ബി, ഒരു പക്ഷേ എന്നേ പറയുന്നുള്ളൂ. അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി വരത്തില്ല അല്ലേ. അപ്പം നമ്മൾ ഡിയും എലിമിനേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഓപ്ഷൻ ഡി, ഇൻഫെക്ഷൻ കൺട്രോൾ. ക്ലിയർ? If you feel any doubt, please contact. Thank you.